ആകാശവാണി. നിതാന്തം തുടർനാടകം ആദ്യ ഭാഗം. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ സന്ധ്യ രാജേന്ദ്രൻ, അനന്തപുരം രവി, സുപർണ ശ്രീധർ, ഐശ്വര്യ നായർ, മഹേഷ് ആർ ജി, മോഹൻ ഐരൂർ, സുരേഷ് പഴവീട്, അർച്ചന ചന്ദ്രൻ, അനീഷ് പി നായർ, ആരോമൽ എസ് എസ്, വിസ്മയ മോഹൻ ആർ എസ്, എം എസ് ശാന്തി, രാധിക നായർ. നിതാന്തം ആദ്യ ഭാഗം. ഹലോ, പറയൂ മെർലിൻ, എന്താ ഈ പാതിരാത്രിയിൽ? എനി ന്യൂ കേസ്? എന്നിട്ട് മിനിസ്റ്റർ നേരിട്ട് വന്നെന്നോ? ഓക്കെ ഓക്കെ, മലയാളിയാണോ? പേരെന്താ പറഞ്ഞേ? ഞാൻ കേട്ടിട്ടുള്ളത് പോലെ. ഞാനിപ്പോൾ വരാം. ഓക്കെ, വണ്ടി വിടണ്ട, ഞാൻ ഇറങ്ങാം. സുരേഷുണ്ട്, കുഴപ്പമില്ല. എന്തായാലും ഫസ്റ്റ് എയ്ഡ് കൊടുത്തല്ലോ. PG ഡോക്ടേഴ്സ് 2 പേരെ അവിടെ നിർത്ത്. ശരി മെർലിൻ, ഫോൺ വെച്ചോളൂ. എന്താ രാജി, ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, സുരേഷ് ഉറങ്ങിക്കോളൂ. രാവിലെ യാത്രയുള്ളതല്ലേ. ആരാ, വല്ല VIP ആണോ? അറിയില്ല, കൾച്ചറൽ മിനിസ്റ്ററാണ് കൊണ്ടുവന്നെന്നാ മെർലിൻ പറഞ്ഞത്. അപ്പോൾ വല്ല കരൾ പോയ കവിയുമായിരിക്കും. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ഉറക്കം കളയണ്ട. വല്ല റോക്കറ്റ് വിടുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഇത്രയും പെട്ടെന്ന് എത്തിയോ? രാത്രിയല്ലേ, ട്രാഫിക് കുറവായിരുന്നു. ഏതോ വലിയ പുള്ളിയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഏറെ നിർബന്ധിച്ചിട്ടാണ് മിനിസ്റ്റർ മടങ്ങിപ്പോയത്. പിന്നെ മാഡം ആണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ധൈര്യമായ പോലെ. അപ്പോൾ ICUവിൽ ഡ്യൂട്ടി ഡോക്ടർ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? 2 PG ഡോക്ടർമാരുണ്ട്. പ്രവീൺ? യെസ് മാഡം. ഫസ്റ്റ് എയ്ഡൊക്കെ ഓക്കെ ആയെന്ന് കരുതുന്നു. അതെ മാഡം, വന്നപ്പോൾ അല്പം ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയിരുന്നു. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. മാത്രമല്ല, മിനിസ്റ്ററുടെ വണ്ടിയിലായതിനാൽ ട്രാഫിക്കിൽ പെടാതെ വളരെ വേഗം ആശുപത്രിയിൽ എത്തിക്കാനുമായി. എന്തായാലും ഇപ്പോൾ എല്ലാം ഓക്കെ ആണല്ലോ. ഉടനടി കുറച്ച് ടെസ്റ്റുകൾ നടത്തണം. അതിന് വേണ്ടത് ചെയ്യൂ. പിന്നെ റോഷ്നിയെ കൂടെ വിളിക്കൂ. മാഡം. റോഷ്നിയും പ്രവീണിനും ഒപ്പം ചേരൂ. യെസ് മാഡം. തൽക്കാലം നമ്മൾ 3 മതി. ഇനി വേണമെങ്കിൽ കാർഡിയോയിൽ നിന്ന് ഗോകുലിനെ കൂടി ടീമിൽ ഉൾപ്പെടുത്താം. ഓക്കെ മാഡം. പിന്നെ നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമായ മെർലിൻ ദി ഗ്രേറ്റ് ഉണ്ടല്ലോ. അതിനിടയ്ക്കും തമാശ. മിനിസ്റ്റർ പ്രകാശ് സാർ വന്നപ്പോൾ ഈ തമാശയൊന്നും കണ്ടില്ലല്ലോ. അങ്ങേരോട് തമാശ പറയാൻ പറ്റിയ സമയം. മെർലിൻ ആൻറ്റി അങ്ങേരെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടല്ലേ ഞങ്ങൾ ധൈര്യത്തോടെ നിന്നത്. എന്തായാലും വലിയ പുലിയാണെന്ന് തോന്നുന്നു. പുലിയായാലും എലിയായാലും നമുക്ക് പേഷ്യൻ്റാണ്. ഒരേ വിലയുള്ള ജീവൻ. ഓക്കെ മാഡം. മാഡം വന്ന ശേഷം മിനിസ്റ്ററെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിരുന്നു. അത് ചെയ്യാം. സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. സമയം വൈകാതെ എത്തിയതിനാൽ റിസ്ക് ഒഴിവായി. അത് ടെസ്റ്റെല്ലാം കഴിഞ്ഞേ പറയാനാവുള്ളൂ. ICUവിൽ നിന്ന് 2-3 ദിവസം കഴിഞ്ഞ് മാറ്റിയാൽ മതി. സാറിന് ടെൻഷൻ വേണ്ട. ഓക്കെ സാർ, ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ താങ്ക് യു സാർ. മാഡം ഇനി പോയിക്കോളൂ. പോയൊന്ന് ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി. പ്രവീൺ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ.
ധളങ്കുത്തിക്കുത്തക്കത്തക്കത്തത്തിക്കിണ്ണത്തോ തേ യും ത താ തേ യും താ ഹ കിട്ടത്തക്കത്തേ. ആ, നിങ്ങൾ പ്രാക്ടീസ് തുടർന്നോളൂ. മോളെ, നീ എന്താ പതിവില്ലാത്ത നേരത്ത് രാവിലെ ഒരു സന്ദർശനം? നിനക്കൊന്നും ഡ്യൂട്ടി ഇല്ലേ? ഇന്ന് കുറച്ച് വൈകിയേ പോകുന്നുള്ളൂ. ഓഹോ. ഇന്ന് രാവിലെയാണ് വീട്ടിലെത്തിയത്. ഇന്നലെ രാത്രി ഒരാളെ ക്രിട്ടിക്കലായി ആശുപത്രി കൊണ്ടുവന്നു. എന്നിട്ട് ഒന്ന് കിടന്നുറങ്ങിക്കൂടെ? ഒരു കാര്യം ചെയ്, നീ കിടന്നൊന്ന് ഉറങ്ങ്. അമ്മ ക്ലാസ് കഴിഞ്ഞ് വന്ന് വിളിച്ചുണർത്താം. വേണ്ട വേണ്ട, ഉറക്കമൊക്കെ വന്ന ഉടൻ നടത്തി. സുരേഷ് ഓഫീസിൽ പോയപ്പോഴാണ് എന്നെ വിളിച്ചുണർത്തേ. പിന്നെ കരുതി അമ്മയെ കാണാമെന്ന്. നീ കാപ്പി കുടിച്ചോ? അമ്മയോ? കഴിച്ചു. എന്നാ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരാം. ധളങ്കുത്തിക്കുത്തക്കത്തക്കത്തത്തിക്കിണ്ണത്തോ തേ യും ത താ തേ യും താ ഹ കിട്ടത്തക്കത്തേ. അപ്പോൾ അടുത്ത ദിവസം രാജി ആൻറ്റി എവിടെ ടീച്ചറെ? അകത്ത് കാണും. വല്ലപ്പോഴുമല്ലേ വരാറുള്ളൂ. അതുകൊണ്ട് പഴയതെല്ലാം തട്ടിപ്പറക്കുകയാവും. ഞാനൊന്ന് ഡോക്ടറെ വിരട്ടിയിട്ട് വരാം. തിരിച്ച് പേടിച്ചു വരരുത്. ഹലോ, ഡോക്ടർ രാജശ്രീ മാഡം. ഇതെന്താ ചിലങ്കയൊക്കെ പിടിച്ച്? സ്റ്റെതസ്കോപ്പ് താഴെ വെച്ച് ചിലങ്ക എടുത്തോ? പോടി കുറുമ്പി, ഞാൻ ചിലങ്ക കണ്ടിട്ടേ നീ ഇത് കണ്ടുള്ളൂ. അങ്ങനെ കണ്ടിട്ടും ഫാൻസി ഡ്രസ്സിന് കാര്യം കെട്ടിയിട്ടും കാര്യമില്ല. ഭാവവും താളവും ലയവും ഒന്നിക്കണം. യഥോഹസ്ത സ്തോ ദൃഷ്ടി. യഥോ ദൃഷ്ടി തതോ മനഃ. ഇത് കമലദളം സിനിമയിലെ മോഹൻലാലിന്റെ ഡയലോഗല്ലേ? ഭഗവാനെ, പ്രശസ്ത നർത്തകി പ്രഭാദേവിയുടെ മകളുടെ നൃത്തജ്ഞാനം. നന്ദികേശ്വരന്റെ അഭിനയദർപ്പണത്തിലെ പാഠം കമലദളം സിനിമയിലെ ഡയലോഗെന്ന്. നീ ആ സിനിമ കാണാത്തത് കൊണ്ടാണ്. ആ സിനിമ മോഹൻലാൽ പറഞ്ഞതാണ്. പിന്നീട് നിന്റെ നന്ദികേശ്വരൻ കോപ്പി അടിച്ചതാ. ഇപ്പൊ ഗ്രീഷ്മയ്ക്ക് തന്നെ ആകെ സംശയമായി. അഭിനയദർപ്പണമാണോ കമലദളമാണോ ആദ്യത്തേതെന്ന്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഈ വഴി വരണ്ടായിരുന്നു. വന്നതിന് കുഴപ്പമില്ല. അടുക്കളയിൽ നിന്ന് 2 ദോശ എടുത്ത് മറ്റു കുട്ടികൾ കാണാതെ കഴിച്ച് പെട്ടെന്ന് സ്ഥലം വിടും. ഇവിടെ കൂടുതൽ കഴിപ്പിക്കണ്ട. ആഹാരത്തോട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് എനിക്ക് നർത്തകിയാവണ്ടേ? ഇതേ പോളിസി തന്നെയായിരുന്നു നിന്റെ ആന്റിക്കും. അവസാനം ചിലങ്ക പ്രത്യേകം പറഞ്ഞു ചെയ്യിക്കേണ്ടി വന്നു. അവളെ കണ്ടിട്ട് കുറച്ചു ദിവസമായി. സമയമുണ്ടെങ്കിൽ എൻ്റെ ഫ്ലാറ്റിലേക്ക് സൺഡേ വരാൻ പറ. ഞാൻ പറയാം. അതിൻ്റെ കഴിച്ചു കഴിഞ്ഞോ? യഥോ വായസ് തതോ കൈ. ഒന്ന് പോ ആൻറ്റി. എന്തായാലും ഡോക്ടർ ചിലങ്ക കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ആണെന്ന് കരുതി തൂക്കി പോണ്ട. അത് എന്നെപ്പോലെയുള്ള ദൈവം കനിഞ്ഞു നൽകിയ കഴിവുറ്റ നർത്തകിമാർക്കുള്ളതാണ്. ഇനി കൂടുതൽ നിൽക്കുന്നില്ല, വീട്ടിൽ പോയി എന്തെങ്കിലും കഴിക്കണം. പോണേ. എത്ര നാളായെന്നോ ഈ ചിലങ്കൊന്ന് എടുത്തിട്ട്. ഇതിൽ തൊടുമ്പോൾ ഒരുപാട് കാലം പുറകോട്ട് പോകുന്ന പോലെ. ഇങ്ങനെ ചിലതൊക്കെ തരുന്ന ഓർമ്മകളാണ് നമ്മളുടെ ജീവവായു. ഈ മുറിയിലെ ചിലങ്കകൾക്കൊന്നിനും ശബ്ദിക്കാൻ യോഗമില്ലല്ലോ, അല്ലേ അമ്മേ? അങ്ങനെയും കുറേ വേണ്ടേ, ചിലയ്ക്കാത്ത ചിലങ്കകളും. അമ്മ ഇതൊന്നും എടുക്കാറില്ലേ? നിറയെ പൊടിയാണല്ലോ. ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. എങ്കിലാ ഗീതയോട് പറഞ്ഞെങ്കിലും പൊടിയൊന്ന് മാറ്റിക്കൂടെ? ഹേയ്, ഈ ചിലങ്കകളിൽ പറ്റിയിരിക്കുന്നതെൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പേ പറ്റിപ്പിടിച്ച പൊടിയാണ്. ചിന്തകൾ താറുമാറാകുമ്പോഴാണ് നമ്മുടെ വസ്തുക്കൾ താറുമാറാകുന്നത്. അടുക്കും ചിട്ടയും ഇല്ലാത്ത ചിന്തകളും. ചിലങ്കയിലെ പൊടി മാത്രമല്ലേ ഗീതയ്ക്ക് തുടച്ചു മാറ്റാൻ പറ്റൂ? മനസ്സിൽ നിറഞ്ഞ പൊടിയോ? അമ്മ സ്വയം എടുത്ത തീരുമാനമല്ലേ നൃത്തരംഗം വിടാൻ? ഞാൻ നൃത്തരംഗത്തുണ്ടല്ലോ, 100 കണക്കിന് പേരുടെ ടീച്ചറായി. പക്ഷേ ചിലങ്കയണിഞ്ഞ് നൃത്തം ചെയ്തിട്ട് എത്ര വർഷമാവും? ഏതാണ്ട് 25 വർഷം. കാലം എത്ര വേഗത്തിൽ പോയി എന്ന് ചിലപ്പോൾ തോന്നും. പലപ്പോഴും കാലം ഇഴയുന്നത് പോലെയും. കിട്ടിയതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ചേർത്ത് പിടിച്ചപ്പോഴും ഊർന്നു പോയത് ചിലതുണ്ട്. പക്ഷെ അതിനേക്കാൾ വിലയുള്ളത് നഷ്ടമാകാതിരുന്നതിൽ
ദൈവത്തിനോട് നന്ദിയുമുണ്ട്. നിതാന്തം തുടർ നാടകം ആദ്യ ഭാഗം സമാപിക്കുന്നു. രചന വിഭു പിരപ്പൻകോട്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ പ്രഭാദേവി, സന്ധ്യ രാജേന്ദ്രൻ, ഹരീന്ദ്രനാഥ്, അനന്തപുരം രവി, രാജശ്രീ, സുപർണ ശ്രീധർ, സുരേഷ്, മഹേഷ് ആർ ജി, ഡോക്ടർ മാത്യു, മോഹൻ അയരൂർ, ദേവിക, ഐശ്വര്യ നായർ, വിനോദ് നാഥ്, സുരേഷ് പഴവീട്, പ്രവീൺ ആരോമൽ, റോഷ്നി, സനാഷ, മെർലിൻ, ശാന്തി എം എസ്, കുട്ടി ഗ്രീഷ്മ, വിസ്മയ മോഹൻ, ശാരദ, രാധിക നായർ, പ്രഭാദേവിയുടെ ചെറുപ്പം അർച്ചന ചന്ദ്രൻ, ഹരീന്ദ്രനാഥ്, അനീഷ് നായർ, വിനോദ് നാഥ്, വിഷ്ണുമോഹൻ. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. ഈ തുടർനാടകത്തിന്റെ രണ്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.